എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ഇടുക്കിയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പറയുന്നത് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോകരുത്, മര്യാദയ്ക്ക് മിണ്ടാതെ കുടുംബത്തിരുന്നോളാം. വളരെ ഇഷ്ടപ്പെട്ടിട്ട് പോയി കുത്തിയതല്ലേ, ഇനി അവന്മാരെ ഒന്ന് നോക്കട്ടെ എന്നീ പറയുന്ന കമൻറ്റുകളാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്ന ആ ഒരു വീഡിയോയ്ക്ക് ഉള്ളിലുള്ളത്. നിങ്ങൾ ഏത് വീഡിയോ വേണമെങ്കിലും എടുത്തോളൂ, അതിൻ്റെ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. എല്ലാ സംഗതികളും വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കും. തിരഞ്ഞെടുപ്പിന് മുമ്പ് പൊളിക്കാൻ നട്ടലില്ലായിരുന്നോ കളക്ടർ എന്ന് ചോദിച്ചുകൊണ്ടോ ഒരാൾ എഴുതിയിട്ടുണ്ട്. ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇത്തരം ആളുകൾക്കൊന്നും വീട് വേണ്ടേ? അല്ല, നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് ചില ആളുകൾക്കെല്ലാം വോട്ട് കുത്തിയിട്ടുണ്ടല്ലോ. ചില ആളുകളൊക്കെ വളരെ മാന്യമര്യാദയ്ക്ക് വീട് വെച്ച് വയനാട് വീട് വെച്ചോടത്തൊക്കെ ഭരിച്ചിരുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവന്മാരെല്ലാം പറഞ്ഞു വെച്ചിട്ട് ചില ആളുകളൊക്കെ നിങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി അവർ വന്ന് നോക്കും. ദയവ് ചെയ്ത് ഡിവൈഎഫ്കാരും അതുപോലെ തന്നെ SFIക്കാരും പിന്നെ അവിടെയുള്ള CPMകാരും നാളെ തന്നെ കൊടി പിടിച്ചിട്ട് ആ ഭരണകൂടത്തിനെതിരെ ഒന്നും മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങരുത് എന്നീ പറഞ്ഞ കമന്റുകളും അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇനി സംഗതി അറിയാത്തവർക്ക്, ഇടുക്കിയിലെ പൂപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന്റെ കരയിൽ കുറെ ആളുകൾ, അശരണരായിട്ടുള്ള, സ്വന്തമായിട്ട് പറമ്പില്ലാത്ത, സമ്പത്തില്ലാത്ത കുറെ ആളുകൾ വീട് വെച്ചിട്ടുണ്ട്. ചില വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. മൊത്തം 88ഓളം സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളത്. അത്ര അതിൽ 24 വീടുകളാണ്. അതിൽ തന്നെ 10-12 വീട്ടുകാർക്ക് സ്വന്തമായിട്ട് വീടോ പറമ്പോ വീടുകളോ ഒന്നുമില്ല. പോയി കയറി കിടക്കാൻ ബന്ധുവീട് പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഇത്തരം ആളുകളൊക്കെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്നവരാ, അതേ പ്രദേശത്ത് വീട് വെച്ച് താമസിക്കുന്നവരാ. അവരോട് ഇത് അനധികൃത കയ്യേറ്റമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്, നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെടുന്നു, കളക്ടർ ആവശ്യപ്പെടുന്നു, കേസാകുന്നു. അവസാനം ഹൈക്കോടതിയും സുപ്രീം കോടതിയെല്ലാം ഇവരോടൊപ്പം നിൽക്കുന്നു, കളക്ടർ മറ്റൊപ്പം നിൽക്കുന്നു, അവർക്കത് പൊളിച്ചു കളയാനുള്ള അനുമതി കൊടുക്കുന്നു. നിയമപരമായിട്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, 100% ശരിയാണ്. പക്ഷേ ഇതിനൊക്കെ പുറകില് വേറൊരു സംഗതി എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ലാണ്. ഇവർ വീട് വയ്ക്കുന്ന ഇത്രയും കാലം അവിടെയുള്ള ഭരണാധികാരികൾക്ക് ഇതൊന്നും അറിയില്ലേ എന്നുള്ള ചോദ്യം. ഇവർ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയ എത്രയോ കാലമായി. അതിൻ്റെ ഉള്ളിൽ വിവാഹങ്ങൾ കഴിഞ്ഞു, അവർക്ക് കൊച്ചുങ്ങളുണ്ടായി, അവരെ വീടായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇന്ന് നട്ടപ്പാതിരിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇന്ന് അവരെവിടെയാണ് ഈ 12 വീട്ടുകാരും കിടന്നുറങ്ങിയെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ അവർക്ക് താൽക്കാലികമായിട്ട് ചില വാസസ്ഥലങ്ങൾ, വാടക വീടുകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർക്ക് ആരാണ് വീട് വയ്ക്കാൻ അനുമതി കൊടുത്തത്? ഇവർക്ക് ആരാണ് അവിടേക്ക് വൈദ്യുതി കൊടുത്തത്? ഇവർക്ക് ആരാണ് അവിടെ ജീവിക്കാനുള്ള അനുവാദം കൊടുത്തത്? ഇതൊരു ചോദ്യമല്ലേ? എത്രയോ കാലമായില്ലേ അവരുടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർക്ക് വീട് വയ്ക്കാൻ അനുമതി വേണ്ടേ? കെട്ടിട ചട്ടങ്ങളിലൂടെ വീട് വെക്കാൻ പറ്റുള്ളൂ. അവർക്ക് വൈദ്യുതി കിട്ടണമെങ്കിൽ വീട്ടിന് നമ്പർ വേണം. അവിടുത്തെ പഞ്ചായത്ത് ആൾക്കാരൊക്കെ നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ലേ? ഇതൊക്കെ എന്തിന്റെ പേരിൽ? അപ്പോൾ അന്ന് വീട് വെക്കുന്ന സമയത്ത് ഇവരൊന്നും ആരും ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പോഴാണ് ചില ആളുകളൊക്കെ അതിഭീകരമായ കമന്റുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമന്റുകൾക്ക് ചില യാഥാർത്ഥ്യങ്ങളും മറ്റും പറയാനുണ്ട്. ஒருத்தருக்கு வீடு இல்ல, வாசல் இல்ல, அதுக்கெல்லாம் எங்க போகும்? இப்ப தெருவுல பொருள் எல்லாம் அள்ளி போட்டு ഈ തമിഴ് സംസാരിക്കുന്ന കേട്ടാൽ വിചാരിക്കും ഇവരെല്ലാം തമിഴ്നാട്ടുകാരാണ്. ഇടുക്കി പ്രദേശത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ മിക്കവാറും സംസാര ഭാഷയായിട്ട് അവിടുത്തെ മിക്ക ആൾക്കാരും തമിഴ് സംസാരിക്കുന്നുണ്ട്. ശരി, ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇവർ തമിഴരാണ്, ഇടുക്കി പ്രദേശത്തേക്ക് വന്നുകൊണ്ട് ആ സ്ഥലത്തെ തമിഴ്നാടിനും ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങളും കമന്റുകളൊക്കെ ഇതിൻ്റെ ഒപ്പമുണ്ട്. ഒപ്പം തന്നെയുള്ള കമന്റുകളാണ്, നിങ്ങൾ കമ്മ്യൂണിസം വിട്ടിട്ട് അപ്പുറത്തോട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് കുത്തിയ ആളുകളല്ലേ, അനുഭവിച്ചോ എന്ന് പറയുന്ന ചില കമന്റുകൾ കൂടിയുണ്ട്. തുടക്കമായിട്ടേ ഉള്ളൂ. ഇതുപോലുള്ള കുടിയിറക്കലുകള്, ഇതുപോലെ അശരണായിട്ടുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ പറഞ്ഞയക്കലുകളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നതാണ്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ, അതിങ്ങനെ ആയിരുന്നില്ല. ആ വീഡിയോ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോക്കൂ, ഈ ഒരു വാർത്തയെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അധികാരം കിട്ടിയിട്ടും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് വടംവലി നടക്കുന്ന ആ ഒരു ടീമിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇറങ്ങാത്തത്? എന്തുകൊണ്ടാണ് അവിടെ കുടിയിറക്കപ്പെടുന്ന 12ഓളം പേരുണ്ട്, 12ഓളം വീട്ടുകാരുണ്ട്, അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ അവർക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങാത്തത്? ഇത്ര സംഗതികൾ അവിടെ നടക്കാത്ത, അവിടെ ഒരു അമ്പലം പൊളിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് വിശ്വാസികളെ ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമല്ലേ?
അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി വിളിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളായ ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമല്ലേ എന്ന് സിമ്പിളായിട്ട് ചോദിക്കേണ്ടി വരുന്നു. ഇതെങ്ങാൻ ഇവിടെ CPM ഭരിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ എന്തൊക്കെയായിരിക്കും പുകിലെന്നറിയാവോ? ഞാൻ ഈ പറയുന്ന സമയത്ത് ചാനലുകളിൽ ചർച്ച നടന്നുണ്ടാവും. ഹാഷ്മിയുടെ വക കുടിയിറക്കപ്പെട്ടവരെ കുറിച്ചിട്ടൊരു ഗംഭീര പ്രസംഗം നടന്നിട്ടുണ്ടായിരിക്കും, കഥാപ്രസംഗം നടന്നിട്ടുണ്ടായിരിക്കും. സ്മൃതി പരുത്തിക്കാടിന്റെ വക കമ്മ്യൂണിസത്തെ ക്രൂശിച്ച് ആ ഒരു കുരിശിന്റെ മേലെ തറച്ചിട്ട് ആണി തറച്ചിട്ട് അവർ ചിലപ്പോൾ ചർച്ചയും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും. ഇത്തരം കലാപ്രകടനങ്ങളൊന്നും ഇന്ന് നടക്കില്ല. കാരണം ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അവരൊന്നും ഈ മാധ്യമങ്ങൾ ഇതുമായി വെച്ച് കെട്ടിയിട്ട് കുറ്റം പറയാൻ നിൽക്കില്ല എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം ആളുകൾക്ക് ഒരു കുടിൽ കെട്ടാൻ വേണ്ടിയിട്ട്, ഇവരെ കുടിയിറക്കപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഒരു താങ്ങുവാൻ വേണ്ടിയിട്ട് അവിടെ മനുഷ്യന്മാർ ആരുമില്ല എന്നുള്ളതാണ് വളരെ നീതിപൂർവമായിട്ടൊക്കെ നമുക്കൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. അല്ലാതെ ഇതിൽ പറയുന്ന തരത്തിലുള്ള നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഒഴിവാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കുത്തിയതല്ലേ, അനുഭവിച്ചോ എന്നീ പറയുന്ന കമൻറ്റുകളൊന്നും നമ്മൾ പറയാൻ നിൽക്കുന്നില്ല. അത് ശരിയല്ല, അത് നീതിപൂർവമല്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ആരൊക്കെ തന്നെ ആയാലും സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ സംരക്ഷിക്കണം. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഈ ഗ്യാസിനൊക്കെ വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഹോട്ടലുകളൊക്കെ അടച്ചിട്ടിരുന്നു. ഹോട്ടലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടുന്ന സമയത്തും കഴിഞ്ഞ ദിവസം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറായ ചില ആളുകളുണ്ട്. അവർ DYFIക്കാരാ. അവർ കഴിഞ്ഞ ദിവസവും ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അവർ ഫ്രീ ആയിട്ട് ആ ഫുഡ് കൊടുക്കുന്ന പരിപാടി നിർബാധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയം പരാജയമൊന്നുമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ആളുകളെ സഹായിക്കാൻ മനസ്സിലുണ്ടാവുക, ജയിച്ചാലും തോറ്റാലും ആ ഒരു പരിപാടി തുറന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അവിടുത്തെ ആളുകളൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ നിശബ്ദരായി എന്ന് എനിക്കറിയില്ല. നിയമപരമായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നുള്ളൂ. ആ കാര്യങ്ങൾ ഈ പാവങ്ങൾക്ക് നേരെ മാത്രമാണോ ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നത്? അവിടെ ബിൽഡിങ്ങുകളൊക്കെ അനധികൃതമായിട്ട് വേറെ ആളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഇതിന് പുറകിൽ ഉയരുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു നിമിഷത്തിലെങ്കിലും ഇനി ഭരിക്കാൻ പോകുന്ന ആ ഒരു പാർട്ടിക്കാര് ആ ഒരു വിഷയത്തിൽ അല്പമെങ്കിലും ഇടപെടണമെന്ന് വിചാരിക്കുന്നു. നടക്കുമോ ആവോ? ആദ്യം അധികാരത്തിന് ആ മന്ത്രി കസേരയെങ്കിലും ഇവന്മാരെ കയ്യിലേക്ക് എത്തണ്ടേ, എന്ന് കിട്ടുമോ ആവോ? ബൈ.